ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷി കൺമണിയോട് പറയുന്നുണ്ട്, എന്റെ അച്ഛനമ്മയ്ക്കും ഒരു വിഷമം വരുന്നത് എനിക്ക് താങ്ങാനാവില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയുകയാണ്, സത്യം പറഞ്ഞാൽ സാറ് ദേഷ്യം കാണിക്കുമ്പോഴും എടുത്തുചാട്ടം കാണിക്കുമ്പോഴും ഇത്രയും നല്ല ഒരു സോഫ്റ്റുള്ള മനസ്സുള്ള ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നാളെ തന്നെ സാറ് സാഗർ സാറിനെ വിളിക്കണം. ഏറ്റവും നല്ലൊരു ദിവസമാണ് നാളെ. ഫാക്ടറി തുറക്കാൻ പോവാണ്. സാറ് കാരണമാണ് ഇത്രയും തൊഴിലാളികൾക്ക് ജീവിതം തിരിച്ചു കിട്ടിയത്. ഇവരുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും സാറിന് എല്ലാ കാലത്തും കൂടെ ഉണ്ടാവും എന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്തു? എല്ലാത്തിനും മുന്നിൽ നിന്ന് സംസാരിച്ചത് കൺമണിയല്ലേ? നിന്റെ പക്വതയോടുള്ള ഇടപെടലും കാര്യങ്ങൾ വിശദീകരിച്ചതും അതെല്ലാം ഞാനും കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നീയാണ് ഈ ഫാക്ടറി തുറക്കാൻ കാരണമായത് എന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സാർ ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ ക്രെഡിറ്റ് എനിക്ക് തരല്ലേ എന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എന്റെ ജീവിതം തന്നെ ഞാൻ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, അതിന്റെ അപ്പുറം ഒന്നുമില്ലല്ലോ ഒരു നേട്ടത്തിന്റെ ക്രെഡിറ്റ് എന്ന് കൃഷി പറയുമ്പോൾ കൺമണിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. കൺമണി എന്നിട്ട് കൃഷിനോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറിന് വിഷമമാവരുത്. സാറിപ്പോ പറഞ്ഞില്ലേ അച്ഛനെ വേദനിപ്പിക്കില്ല, അച്ഛന് വിഷമം വരുന്നത് എനിക്ക് താങ്ങാനാവില്ല എന്നൊക്കെ. ഇതൊക്കെ ആത്മാർത്ഥമായിട്ടല്ലേ സാറ് പറഞ്ഞത്? ഇപ്പൊ നമ്മുടെ വിവാഹ കാര്യം സാഗർ സാറിനോടും സുജാത മേഡത്തോടും സാറ് തുറന്നു പറഞ്ഞാൽ അവർ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ സാർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അതിനൊരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ തന്നെ വിവാഹം ചെയ്യും. അവർക്കുണ്ടാകുന്ന വിഷമം താൽക്കാലികം മാത്രമായിരിക്കും. ഈ അവരുടെ ജീവിതത്തിൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സന്തോഷമേ ഉണ്ടാവൂ. അവർക്ക് സന്തോഷിക്കാൻ ഞാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ എന്നൊക്കെ കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, എന്നെ കുറിച്ച് സാറ് ഇത്രത്തോളം നല്ല വാക്കുകൾ പറയുമ്പോൾ ചിലപ്പോ എനിക്ക് തോന്നും സാർ എന്നെ പറ്റിക്കാൻ പറയാണെന്ന്. ചിലപ്പോ തോന്നും എന്റെ സന്തോഷമൊക്കെ അവസാനിച്ച് എന്തോ ഒരു വിഷമം വരാനുള്ള മുന്നോടിയാണ് ഇതെന്ന് എന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അതെ, ഒരു വിഷമം വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിത് കൺമണിയോട് തുറന്നു പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ കൺമണിക്ക് നിരാശ വരും, അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയാതിരുന്നത് എന്ന് കൃഷി പറയുമ്പോൾ കൺമണി ആകെ സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് കൺമണി ചോദിക്കുന്നുണ്ട്, എന്ത് പ്രശ്നമാണ് സാർ എനിക്ക് വരാൻ പോകുന്നത്, എന്താണ് അതെന്ന് ചോദിക്കുമ്പോൾ കൃഷി ഒരു ചെറു ചിരിയോടെ പറയുന്നുണ്ട്, വൈകാതെ തന്നെ നമ്മുടെ കല്യാണം നടക്കില്ലേ? ഇത് കഴിഞ്ഞാൽ പിന്നെ ജീവിതം കാലം മുഴുവൻ നീ എന്നെ ചുമക്കണ്ടേ, എന്നെ സഹിക്കേണ്ടി വരും. നീ എന്റെ ഈ മരമോന്ത കണ്ട് ഉണരും ചെയ്യേണ്ടി വരും. ഈ ഒരു കുരിശ് തന്നെയല്ലേ നീ ചുമക്കാൻ പോകുന്നതെന്ന് കൃഷി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ കൺമണിക്കും പെട്ടെന്ന് സന്തോഷം വരികയാണ്. എന്നിട്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ശ്രീനിവാസൻ വിഘ്നേഷിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയാണ്. വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുന്നത് മുഴുവനും കൺമണിക്ക് വേണ്ടിയാണ്. കൺമണിക്ക് ഒരു കുഴപ്പം വരരുതെന്നും ശങ്കർമോഹന് കൺമണിയുടെ ഡിസൈൻ ഇഷ്ടമാകണമെന്നും അവളുടെ ചുറ്റും ശത്രുക്കളാണ്, അതിൽ നിന്നെല്ലാം അവളെ രക്ഷിക്കണമെന്നും അതിനുവേണ്ടി ഈ പ്രൊജക്ട് ശങ്കർമോഹൻ അംഗീകരിക്കണമെന്നൊക്കെ ശ്രീനിവാസൻ വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് തിരുമേനി വരുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് തിരുമേനി എന്നിട്ട് ശ്രീനിവാസനോട് പറയുന്നുണ്ട്, കൺമണി ചേച്ചി എന്തായാലും ജയിക്കും, ധൈര്യമായിട്ടിരിക്കെ, സംശയിക്കണ്ട. കൺമണി ചേച്ചിക്ക് ഇനി സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. എന്തിനെ കുറിച്ച് ചിന്തിച്ചും സങ്കടപ്പെട്ടോളൂ, പക്ഷേ കൺമണി ചേച്ചിയെ കുറിച്ച് ആലോചിച്ച് ഒരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ല ദിവസങ്ങളാണ് ചേച്ചിക്ക് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി തിരുമേനി പോവുകയാണ്. ശ്രീനിവാസനപ്പോൾ വളരെ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം കൃഷിയും കൺമണിയും കൂടി ഫാക്ടറി തുറക്കാനായിട്ട് പോവുകയാണ്. റെഡിയായി കേണൽ സാറിനെ കാത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഷീലയും കേണൽ സാറും കൂടി വരുന്നത്. എന്നിട്ട് കേണൽ സാറിനോട്, സാർ നമുക്ക് ഇറങ്ങല്ലേ എന്ന് ചോദിക്കുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫാക്ടറിയല്ലേ, നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, സാറ് വരാതെ ഞങ്ങൾ എന്തായാലും പോകുന്നില്ല, ഞങ്ങളും ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അതെ, ഞങ്ങളും പോകുന്നില്ല, സാറിന്റെ ഫാക്ടറിയാണിത്, ഞങ്ങൾ വെറും ഇവിടത്തെ അതിഥികളാണെന്ന് പറയുകയാണ്. സാർ അപ്പൊ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ ഫാക്ടറിയാണ്, നിങ്ങളാണ് ഇനി അത് നോക്കി നടത്തേണ്ടത്, നിങ്ങൾ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു ശ്രദ്ധയും നോട്ടൊക്കെ ആ ഫാക്ടറിക്ക് വേണം എന്ന് പറയാണ്. ഷീല അപ്പൊ പറയുന്നുണ്ട്, കേണൽ സാർ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തീരുമാനിച്ചതാണ്, നിങ്ങൾ തന്നെ പോകുന്നതാ നല്ലതെന്ന് പറയാണ്. സാർ എന്നിട്ട് പറയുന്നുണ്ട്, കൃഷ്, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ എത്രയും പെട്ടെന്ന് തന്നെ സാഗറിനെ വിളിക്കണം. ഏജി എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും, ഇത് യുക്തിജീവിതവുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് കേണൽ സാറ് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഞാൻ ഇന്ന് തന്നെ അച്ഛനെ വിളിക്കാമെന്ന് പറയാണ്. കൺമണിയപ്പോ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ സാറിനോട് സംസാരിച്ചിരുന്നു, സാറപ്പോ സാഗർ സാറിനെ വിളിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നതാണ് എന്ന് പറയുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ട്, കൺമണിയുടെ വാക്ക് കിട്ടിയാൽ എനിക്ക് വിശ്വാസമാണ്, പിന്നെ നിങ്ങൾ വൈകണ്ട, പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കൃഷിയും കൺമണിയും ഫാക്ടറിയിലേക്ക് പോവുകയാണ്. പിന്നീട് സുമിത്രയുടെ ഫോണിലേക്ക് ഷൺമുഖദാസ് വക്കീൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, വക്കീലെ എന്തായി, ഭാഗ്യശ്രീയെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ
വക്കീല് പറയുന്നുണ്ട്, ഇല്ല കിട്ടിയിട്ടില്ല, എന്റെ ആൾക്കാരെ എല്ലായിടത്തും തിരയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഇനി പോയാലോ എന്ന് വിചാരിച്ചിട്ട് എന്റെ ആൾക്കാരോടെല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. വക്കീല് പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ശരി വക്കീലെ, ഇന്ന് ഇരുട്ടുന്നതിനു മുന്നേ ഭാഗ്യശ്രീ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോ വക്കീല് പറയുന്നുണ്ട്, അവളെ സൂക്ഷിക്കാൻ അറിയാത്തത് നിങ്ങളുടെ പിടിപ്പുകേടാണ്, സ്വന്തം മോളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് നിങ്ങളുടെ പിടിപ്പുകേടാണെന്ന് പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട്, വക്കീലെ ഇനി കുറ്റവും കുറവൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൂടുതൽ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്, ഇനി അവളെ കിട്ടുന്നത് വരെ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല, എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് അവസാനത്തെ ഒരു പ്ലാനാണ് ഇത്, അത് നമുക്ക് നടപ്പിലാക്കണം, സാഗറിനെ ഒഴിവാക്കണം, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ മെല്ലെ ഒഴിവാക്കാം, ഇതെല്ലാം കൃത്യമായി നടക്കണമെങ്കിൽ ഭാഗ്യശ്രീ നിശബ്ദയാവണം, കിട്ടിക്കഴിഞ്ഞാൽ ആജീവനാന്തം പിന്നെ അവള് വീട്ടിനുള്ളിലായിരിക്കും, പുറം ലോകം കാണില്ല, വക്കീല ആത്മാർത്ഥമായിട്ടു തന്നെ അവളെ കണ്ടുപിടിക്കാൻ പരിശ്രമിക്കണം എന്ന് സുമിത്ര പറയുമ്പോ വക്കീല് പറയുന്നുണ്ട്, ഞാൻ എന്റെ പരമാവധി നോക്കുന്നുണ്ട്, അവളെങ്ങാനും ദുർബുദ്ധി കാണിച്ച് പോലീസിൽ പരാതിപ്പെട്ടാൽ നമ്മളെല്ലാം തീർന്നു, അതുകൊണ്ട് ചിലപ്പോ അവളെ തീർക്കേണ്ടി വന്നാൽ അതും ഞാൻ ചെയ്യും, എന്തായാലും അവളെ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ, നമുക്കെന്തായാലും മുന്നോട്ട് പോവാമെന്ന് പറഞ്ഞ് വക്കീല് ഫോണ് കട്ട് ചെയ്യാണ്. പിന്നീട് കൃഷും കൺമണിയും കൂടി ഫാക്ടറിയിലേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും അവിടെയുള്ള തൊഴിലാളികളെല്ലാം ചടങ്ങുകൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് രണ്ടുപേരും വരുമ്പോ തന്നെ തൊഴിലാളികളെല്ലാം കൈയടിച്ചുകൊണ്ട് രണ്ടുപേരുടെയും കഴുത്തിൽ ഓരോ പൂമാലയും ഇട്ട് അവർക്ക് കുറിയെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേർക്കും വാസുകി സ്വീറ്റ്സ് കൊടുക്കുകയാണ്. വാസുകി എന്നിട്ട് പറയുന്നുണ്ട്, ചെറിയൊരു ചടങ്ങാണിത്, ഞങ്ങൾ തൊഴിലാളികൾക്കും ഈ ഫാക്ടറിക്കും നല്ലത് വരുത്താൻ വേണ്ടിയാണ്, ചെറിയ ഒരു പൂജയൊക്കെ ഉണ്ട് ഇവിടെ, അത് നിങ്ങൾ ചെയ്തു തരണമെന്ന് പറയുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ചടങ്ങ് നടത്തേണ്ടതെന്ന് വാസുകി പറയുമ്പോൾ കൃഷും കൺമണിയും അതൊന്നും വേണ്ട, നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അപ്പൊ അതിലൊരാള് പറയുന്നുണ്ട്, ഇന്നത്തെ ചടങ്ങുകൾക്ക് കാരണമായത് ആരാണോ അവരാണ് ഈ ചടങ്ങ് ചെയ്യേണ്ടത്, ശിവശക്തി സങ്കല്പത്തിൽ അരിയും ഭർത്താവും കൂടി ചേർന്നിട്ടായിരിക്കണം ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ, നിങ്ങളാണ് ഈ ഫാക്ടറി തുറക്കാൻ കാരണക്കാരായ ഭാര്യ ഭർത്താക്കന്മാർ, ശിവനും ശക്തിയും തന്നെയാണ് നിങ്ങൾ, എന്നാൽ പിന്നെ നമുക്ക് ചടങ്ങുകൾ തുടങ്ങാമെന്ന് പറഞ്ഞ് ഇതിലെ ഒരാൾ കൃഷിന്റെ തലയിലും കൺമണിയുടെ തലയിലും ഓരോ തലപ്പാവ് വെച്ചു കൊടുക്കുകയാണ്. വാസുകി എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, രണ്ടുപേരും എന്നാ വിളക്ക് കൊളുത്തിക്കോളൂ എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, നിങ്ങളുടെ സ്ഥാപനമാണ്, നിങ്ങൾ തന്നെ കൊളുത്തിയാ മതി എന്ന് പറയുമ്പോ ഞങ്ങളുടെ ആചാരപ്രകാരം നിങ്ങളിപ്പോ ഞങ്ങളുടെ രാജാവും രാജ്ഞിയുമാണ്, അപ്പൊ പിന്നെ സന്തോഷത്തോടെ നിങ്ങൾ തന്നെ വേണം ഈ വിളക്ക് കൊളുത്തി ഫാക്ടറി തുറക്കാനെന്ന് വാസുകി അവരോട് പറയാണ്. കൃഷിനും കൺമണിക്ക് അപ്പൊ വളരെ സന്തോഷമാവുകയാണ്. എന്നിട്ട് അവര് രണ്ടുപേരും വിളക്ക് കൊളുത്തുന്നുണ്ട്. ശേഷം കൃഷി തൊഴിലാളികളോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ മനസ്സ് നിറയുന്നുണ്ട് നിങ്ങളുടെ ഈ സന്തോഷം കാണുമ്പോൾ, ഇങ്ങനൊരു നിയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കും ഞങ്ങളെ ഈശ്വരൻ ഇവിടെ എത്തിച്ചത്, ഇവിടുന്ന് പഠിച്ച കാര്യങ്ങളൊന്നും ഞാൻ വേറെ എവിടെയും പഠിച്ചിട്ടില്ലെന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിടയിലെ രണ്ടാൾക്കാർ തന്നെയാണ് ഞങ്ങളും, സന്തോഷം കൊണ്ട് വാക്കുകളൊന്നും പറയാൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തൊഴിലാളികൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അവര് എന്നിട്ട് കൈയടിക്കുന്നുണ്ട്. പിന്നീട് സാഗർ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കർ മോഹൻ ഫോണിൽ വിളിക്കുകയാണ്. ഫോൺ എടുത്തുകൊണ്ട്, ഹായ് ശങ്കർ മോഹൻ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ സാഗർ പറയുന്നുണ്ട്. ശങ്കർ മോഹൻ എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ്, അയച്ചു തന്ന ഡിസൈൻ ഒക്കെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, അതിന്റെ റിസൾട്ടിന് വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഞാനെന്ന് പറയാണ്. ശങ്കർ മോഹൻ അപ്പൊ പറയുന്നുണ്ട്, ഞാനും എന്റെ ഫാമിലിയും ഓഫീസ് സ്റ്റാഫുകളും എല്ലാവരും ആ ഡിസൈൻ കണ്ടു, ഞങ്ങളാരും പ്രതീക്ഷിച്ചതുപോലെയല്ല ഈ ഡിസൈൻ വന്നിരിക്കുന്നത്, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ മുകളിലാണ് ഈ ഡിസൈൻ, ആ ഡിസൈനുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണിത്, ബാക്കിയെല്ലാം ഞാൻ മെയിൽ ചെയ്യാം, ഡിസൈൻ ഒന്നുകൂടി നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം അറിയിക്കാം, ഒരിക്കൽ കൂടി നന്ദിയുണ്ട് സാഗർ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ആ കുട്ടി കൺമണി ഉണ്ടല്ലോ, അത് അലികയുടെ അസറ്റാണ്, കുട്ടിയെ ഒരിക്കലും വിട്ടുകളയരുത്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൺമണി നിങ്ങളുടെ ഓഫീസിൽ നിന്നും മാറുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം, എന്തായാലും ഞങ്ങൾ കൺമണിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് ശങ്കർ മോഹൻ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഡിസൈൻ അംഗീകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, നമ്മുടെ ഈ ബന്ധം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കണം, കൺമണിയെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ ഞാൻ എന്തായാലും കൺമണിയെ അറിയിക്കാം, പിന്നെ ഒരിക്കലും കൺമണി അലികയിൽ നിന്ന് മാറുന്നില്ലെന്നാണ് എന്റെ വിശ്വാസം, എന്തായാലും താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് സാഗറിന് സന്തോഷം സഹിക്കാനാവാതെ അലറി വിളിച്ചുകൊണ്ട് സുജു, ചേച്ചിയമ്മേ, മാനസേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുജുവും ആന്റിയമ്മയും മാനസിയും എത്തുന്നുണ്ട്. എന്താണ് സാഗർ കാര്യമെന്ന് സുജു ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഇന്നൊരു സുപ്രധാന ദിവസമാണ്, അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കാൻ പോവാണ്, ശങ്കർ മോഹന്റെ പ്രൊജക്ട് അലികയ്ക്ക് കിട്ടിയെന്ന് സാഗർ പറയുമ്പോൾ ആന്റിയമ്മയ്ക്കും
സുജുവിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ മാനസയ്ക്ക് അത് ഒട്ടും ഇഷ്ടമാവുന്നില്ല. സുജു എന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു നല്ല വാർത്തയാണല്ലോ എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ശങ്കർ മോഹൻ ഇത്ര നേരം എന്നോട് സംസാരിക്കുകയായിരുന്നു. കൺമണിയെ കുറിച്ച് എത്ര നല്ല വാക്കുകളാണ് എന്നോട് പറഞ്ഞതെന്നറിയോ. വിട്ട് കൺമണി പോവുകയാണെങ്കിൽ ശങ്കർ മോഹനെ അറിയിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു അലികെ വിട്ട് കൺമണി ഒരിക്കലും പോവില്ലെന്ന് എന്നൊക്കെ പറയുമ്പോൾ സുജുവിനും ആന്റിയമ്മയ്ക്കും പെട്ടെന്ന് തന്നെ അവർക്ക് ആ സന്തോഷം ഇല്ലാതാവാണ്. മാനസിക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് വളരെ ദേഷ്യം വരുന്നുണ്ട്. പകർന്നിട്ട് മാനസിയോട് ചോദിക്കുന്നുണ്ട് മാനസമോൾ എന്താ ഒന്നും മിണ്ടാത്തത്, കൺമണിയെ കുറിച്ചുള്ള മറ്റുള്ള ഇഷ്യൂ എല്ലാം മറന്നേക്ക്, ഇതിപ്പോ നമ്മുടെ സ്ഥാപനത്തിന് കിട്ടിയിരിക്കുന്ന നേട്ടമല്ലേ എന്ന് സാഗർ പറയുമ്പോ മാനസ ഒന്ന് ചെറുതായി ചിരിച്ചുകൊണ്ട് സാഗറിനോട് പറയുന്നുണ്ട് എനിക്ക് സന്തോഷം തന്നെയാണ് അങ്കിൾ, ശരിക്കും ഈ ഡിസൈൻ കിട്ടണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. മനസ്സ് പറയുമ്പോ മിടുക്കി അങ്ങനെ വേണമെന്ന് സാഗർ പറയാണ്. പിന്നെ സുജു കൃഷും കൺമണിയും കൂടി വന്നിട്ട് നമുക്ക് ഇതെന്തായാലും ആഘോഷിക്കണം, എനിക്ക് കുറച്ച് കോളുകൾ വിളിക്കാനുണ്ട്, ഞാൻ എന്തായാലും പോവുകയാണെന്ന് പറഞ്ഞ് സാഗർ അവിടെ നിന്ന് പോവുകയാണ്. മനസ്സിക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചടക്കാനാവാതെ അവളുടെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഉള്ളിലേക്ക് പോവുകയാണ്. ഇന്ത്യമ്മയും സുജുവും മാനസിയുടെ സങ്കടം കണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കൃഷും കൺമണിയും ഫാക്ടറിയിൽ എല്ലാവിടെയും നടന്ന് കാണുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വാസുകി വരികയാണ്. വാസുകി എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തെന്ന ഇതിനെല്ലാം നന്ദിയുണ്ട്, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടിയതെന്നൊക്കെ വാസുകി പറയാണ്. കൃഷപ്പ പറയുന്നുണ്ട് ഞാനല്ല കൺമണി കാരണമാണ് നിങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചു കിട്ടിയതെന്ന് കൃഷി പറയുമ്പോ വാസുകി കൺമണിയോട് പറയുന്നുണ്ട് മാഡം ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യൂ, ഞങ്ങളുടെ ഫാക്ടറിയിൽ സൂക്ഷിച്ചു വെക്കാൻ മാഡം ഞങ്ങൾക്കൊരു ചിത്രം വരച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് അതിനെന്താ ഞാൻ വരച്ചു തരാമെന്ന് പറയാണ്. എന്നിട്ട് വാസുകി അവിടെ നിന്ന് പോകുന്നുണ്ട്. കൺമണി എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട് സാർ എന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി സാർ ഈ ഫാക്ടറി തുറന്നു, ഇനി സാർ സാഗർ സാറിനെ വിളിക്കണം, അതെന്റെ ഒരു അപേക്ഷയാണെന്ന് കൺമണി പറയുമ്പോ കൃഷ് ഓക്കെ ഞാൻ വിളിക്കാമെന്ന് പറയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.